നമസ്കാരം കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തവണയും ഞാൻ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം. ഇത് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്യുകയാണ്. ഇത് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ചു. അത് ഉരുളി ചൂടായി. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എന്ന് വെച്ചാൽ ഹൽവ വയ്ക്കാകുമ്പോൾ കുറച്ച് നെയ്യ് വേണം. ഒത്തിരി വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് നെയ്യ്, ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് ചേർക്കാം, കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അതനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കോരി വെക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് വീർത്ത് വരണം. വീർത്ത് വരുന്നുണ്ട്. നമ്മുടെ മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്കിനി ഈ എണ്ണയ്ക്കകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ നേരത്തേക്ക് ഞാൻ കുറച്ച് ഏലക്കായൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. മുഴുവൻ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 കപ്പ് പഞ്ചസാര, ചായക്കപ്പാണേ. ഇപ്പം നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലുത്ത് ചെറുതായിട്ട് നെയ്യൊക്കെ ആയി വരുന്നുണ്ട്. നമുക്കിതിലോട്ടൊരു 3/4 ലിറ്റർ തിളപ്പിച്ച് ആറിച്ച പാല് ഒഴിച്ചു കൊടുക്കാം. 3/4 ലിറ്റർ പാല്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പറ്റി കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഏലക്ക ചതച്ച് തൊലിയോടുകൂടി, തൊലി കിടക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ, അത് കാരണം തൊലിയോടുകൂടെ ഇട്ടു. നന്നായിട്ട് ചതച്ചെടുത്താണ്. നല്ല പൊടിയായിട്ടുമില്ല. ഇതും കൂടി ഇണിയിട്ട് ഇളക്കി നന്നായിട്ട് വറ്റി വരണം. ഇതിപ്പം ഹൽവയ്ക്കകത്തെ വെള്ളമെല്ലാം പറ്റി, പാലിൻ്റെ മയമെല്ലാം പറ്റി. ഇനി ഇത് നന്നായിട്ട് വരണ്ട് ഇത് നെയ്യ് തെളിഞ്ഞ് വരണം. അതാണ് പരുവം. ഇപ്പോൾ ഹൽവായ്ക്കകത്ത് നെയ്യൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നത്. നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ബാക്കിയും കൂടെ നെയ്യ് തെളിഞ്ഞ് വരണം. കുറച്ച് നേരം കൂടെ ഇളക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് കുറച്ച് ഇരിപ്പുണ്ടാവും, ഞാൻ ഇട്ടതാ. വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് പിസ്ത ഒക്കെ ഉണ്ട്. അതും വേണേൽ കുറച്ച് ഗാർണിഷ് ചെയ്യാനിടാം. ഞാൻ ലേശം ചേർത്തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ക്യാരറ്റ് ഹൽവയാണിത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനിയും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം എല്ലാവരും ക്യാരറ്റ് ഹൽവകൾ ഉണ്ടാക്കി നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.